ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഇപ്പം ഹാഷറൊക്കെ അഭിനയിക്കുമ്പോ അവരെന്ത് വെച്ചാൽ അവരുടെ മീറ്റർ മാറ്റിയിട്ടാ വാഴയിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അതായത് അവര് റീൽസ് ചെയ്യുന്ന മീറ്റർ അല്ല. അപ്പൊ കുറെ ഓവറായിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രേസസ് ഒന്നും ഉപയോഗിക്കാതെ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഈ കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയുന്ന ഡയലോഗ് അവർ പറഞ്ഞിട്ടേ ഇല്ല ബുദ്ധിപൂർവ്വം. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ ഓൾറെഡി ഹിറ്റ് ചെയ്തൊരു സാധനം പിന്നെ അവരെ റീയൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയുടെ മീറ്റർ അല്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ കഥാപാത്രങ്ങളാണ്, കുഞ്ഞപ്പു കോയ അല്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേറെ തന്നെ പരിപാടിയാണോ ബോളാകോളത്തിൽ പിടിച്ചത്? ഒരിക്കലും നമ്മളെ റീൽസിലുള്ള സംഭവങ്ങൾ സിനിമയിൽ ചെയ്യാൻ അയക്കൂല, സമ്മതിക്കൂല. ഫസ്റ്റ് എന്താ പറയാമോ, ഞങ്ങൾ എന്തായാലും വിളിക്കണേ ഫസ്റ്റ് പറയാം കോഴി കുഞ്ഞാപ്പതിൽ വേണ്ടെന്ന് അവിടെ ഇറക്കി വെച്ചേക്ക്. അത് അവിടെ വീട്ടിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട. പക്ഷെ ഞങ്ങളോട് പറയുമ്പോ ഞങ്ങളുടെ മനസ്സിൽ എന്താ അറിയോ, അങ്ങനത്തെ അല്ലാത്ത ഞങ്ങൾക്ക് അതാണ്. കാരണം മറ്റേത് ഞങ്ങൾ ഓൾറെഡി ചെയ്ത് ഫലിപ്പിച്ച് കഴിഞ്ഞ സാധനം. ഞങ്ങൾക്ക് ചെയ്യാതെ വെറൈറ്റി നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോ സംഭവങ്ങളുണ്ടല്ലോ അതിങ്ങനെ കിട്ടണം. അപ്പൊ ഈ ബോളാഗോളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. നാട്ടിൻപുറത്ത്, പന്ത് കളി, അതേമാതിരി ലഹരിക്കെതിരെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഇമോഷന്, കോമഡി എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് ഈ ബോളാഗോളം. അപ്പൊ ഇദ്ദേഹത്തിന് പലപ്പോഴും ഈ ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഈ മിസ്പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് ഫണ്ണാവുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണോ? ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ സാഹചര്യം. ഇപ്പൊ ഇതിന്റെ അനൗൺസ്മെന്റിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ തെറ്റുന്നില്ലേ? അത് അഭിനയാന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ കുറെ അത് റീഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാൾ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കും എന്ത് ഞങ്ങളെന്ന് കയ്യിൽ നിന്ന് പോയാലും അത് ആൾക്കാർക്ക് കോമഡി ആയിട്ട് തന്നെ വീണ്ടും വിഷ്ണു ലോകം എന്തായാലും കോമഡി ആയിട്ട് എടുക്കുള്ളൂ. പോരാത്തിന് ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അത്ര വലിയ പൊടുത്തൊന്നുമില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു 4-5 വാക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഓരോ വീഡിയോക്ക് ഓരോ സാധനം പറയും. എന്താ അപ്പൊ ഞാൻ പറയാം, അപ്പൊ എന്താ പറയാ, ഗളിവേസ് സിപ്പുവാസ് റെക്കഡ് ഇൻ ദ സൗത്ത് സീ. ഗളിവറെ പാടത്തിന്റെ സാധനങ്ങൾ കട്ടെടുത്താ പറയുന്നത്. ഗളിവേസ് സിപ്പുവാസ് റെക്കഡ് ഇൻ ദ സൗത്ത് സീ. അതില് തന്നെ ഞാൻ എടുത്തു എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും അതിന്റെ ഭാഷയാണ്. ഇവം ഇതേപോലെ ഓരോന്ന് പറയും. അപ്പൊ ഞാൻ പറയും കടിച്ചാ പൊട്ടാത്തെ ആ കോഴ്സിന് എന്നെ ചേർക്കണം. എന്റെ മനസ്സിൽ ഡിഡിന്റ് മീ എന്ന് പറഞ്ഞ പെട്ടെന്ന് ചെയ്യൂന്നാണ് എന്റെ മൈൻഡിൽ. കാരണം കനത്ത ഭാഷ അല്ലേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ എന്ത് ചെയ്യാ മൈൻഡിൽ വെക്കുക. അപ്പൊ ആ ഓരോ സിറ്റുവേഷനിൽ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ അവർ രസം. അല്ല ഷിക്കു, അപ്പൊ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ഇപ്പൊ IT പ്രൊഫഷണലൊക്കെ ആയിട്ട് അഭിനയിക്കണം എന്നൊക്കെ വിചാരിക്കുക. ഇപ്പൊ ഒരു രൂപവും പ്രായമൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരു IT ചെയ്ത് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കൂടെ ഇംഗ്ലീഷ് ഇൻവോൾവ് ആവാൻ പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോർട്ടബിൾ ഡിസൈൻ അല്ലെങ്കിൽ എന്താ പറയാ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തേണ്ടി വരും. ഞാൻ അവരോട് ചോദിക്കും, ഡയറക്ടറിനോട്, ഞാൻ കോമഡിയൻ ആണോ സീരിയസ് കഥാപാത്രമാണോ എന്ന് ചോദിക്കും. സീരിയസ് കഥാപാത്രം ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഡയലോഗ് മൊത്തം മനപ്പാടാക്കും ഞാൻ. ആ ഇംഗ്ലീഷ് അങ്ങോട്ട് മനപ്പാടാക്കും. ഇനി അത് കൊമേഡിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൽ തന്നെ ഉൾട്ടുണ്ടാക്കാൻ നോക്കും. ഇംഗ്ലീഷിൽ തന്നെ വരുന്ന കുറച്ച് മലയാളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനപ്പോ തന്നെ ആലോചിക്കും എന്റെ മൈൻഡിൽ ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അങ്ങോട്ട് പെരുപ്പിക്കാൻ പറ്റുന്നതാണ് ഞാൻ മൈൻഡിൽ ആദ്യം ചിന്തിക്കും. അത് വെച്ച് നോക്കുമ്പോ ഈ പടത്തില് അത്യാവശ്യം നല്ല കോമഡി സംഭവങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. എനിക്ക് ഇതില് ഉണ്ണിയേട്ടന്റെ കൂടാണ് കോംബോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു സിനിമയിലെ സുഖമാണ്. കാരണം അതിൽ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങള് ചെയ്യുന്ന സംഗതിക്കാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്തത്. അതുകൊണ്ട് എന്തായി ഞങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആണ്. ഏത് സിറ്റുവേഷൻ അവിടെ പോയിട്ട് സ്പോട്ടിൽ ചെയ്യുന്ന കണ്ടന്റാ എല്ലാം. എഴുത്തും കാര്യമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്, മാർക്കറ്റ്, ഇതൊക്കെ അവിടെ പോയി ചെന്നിട്ടാണ് ഞങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതിലെല്ലാത്തിലും കോയും കുഞ്ഞാപ്പും മാത്രം ആവാണ്ടിരിക്കാനാണ് ഞങ്ങൾക്ക് കഥാപാത്രങ്ങളെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്പൂരിശനായിട്ട് ഒരാള്, തിത്തുമ്മായിട്ട് ഒരു വയസ്സായ ക്യാരക്ടർ, സുണകനായിട്ട് കള്ളുകൂടിയന്റെ കോമഡി സാധനം, ബോംബെ അംസ എന്ന് പറഞ്ഞിട്ട് റൗഡി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൊമ്പങ്കാടുന്ന് ഉണ്ടായ പോലെ ഒരു ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ബോറടിക്കരുത്, ആളുകൾക്ക് കാരണം ഒരുപാട് നമ്മളെ വീഡിയോ ഇട്ടാ മില്യൺ ആവുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, കമന്റിലും വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി ഡെയിലി ചെയ്യണതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറ്റിയത്. ഈ തിത്തുമാനെ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കോയ അങ്ങോട്ടുള്ള അടിക്കുക, അടി ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിത്തുമാറിന്റെ കഥാപാത്രത്തിനെ കൊടുക്കുന്നത്. കാരണം കോയനെ തല്ലണം എന്നുണ്ടെങ്കിൽ കോയേക്കാളും വേറൊരാളായിരിക്കണം. അപ്പൊ ഉമ്മല്ലാതെ വേറൊരാളില്ല. കോയക്ക് വാപ്പാനിട്ടിട്ട് കാര്യമില്ല.
പിന്നെ ഞാൻ തന്നെ ഡബിൾ ആയിട്ട് നിൽക്കണം. അപ്പൊ ഉമ്മാക്ക് തല്ലാലോ, അങ്ങനെയാണ് തുത്തുമാനം കൊണ്ടുവന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിൽ നിങ്ങൾ വന്നത് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടിട്ട് അർജന്റീനയുടെ ജേഴ്സി. നിങ്ങൾ പേഴ്സണലി ബ്രസീൽ ഫാൻ അർജന്റീന ഫാൻ ആണോ? ഞാൻ അർജന്റീന ഫാനാണ്, ഇവനും അർജന്റീന ഫാനാണ്. അല്ല, അപ്പൊ നിങ്ങളെ ഇപ്പൊ ഈ ബ്രസീല് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വേൾഡ് കപ്പിൽ മറ്റേ 7-1 തോറ്റ പ്രധാനമായിട്ടുള്ള സെവനപ്പ്, ആ സമയത്ത് നിങ്ങള് മറ്റേ ബ്രസീലുകാരെ പോയിട്ട് കൊല്ല വിളിച്ചോ? നല്ലോണം. എന്താ ഓർമ്മ എന്ന് പറഞ്ഞ? ഓർമ്മ എന്ന് പറഞ്ഞാല് ഞാന് ഒരു 94 മുതല് കളി കാണാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. 94 മുതൽ കളി കാണാൻ തുടങ്ങിയ മനുഷ്യനാണ്. ചെറുപ്പത്തിലാണെങ്കിലും 96 മുതൽ കളി കാണാൻ തുടങ്ങിയ മനുഷ്യൻ. അത് അന്ന് മുതൽ അർജന്റീനക്ക് രക്ഷയില്ല. എപ്പ നോക്കിയാലും ഞങ്ങൾക്ക് കരയാനേ യോഗമുള്ളൂ. കപ്പ് കൊണ്ടുപോകില്ല. എങ്ങനെയായാലും 1-2 റൗണ്ട് ഇതിലൊക്കെ ഔട്ടാവും. പിന്നെ 98 നമുക്ക് പിന്നെ നമ്മൾ ആൾക്കാർ കളിയാക്കി തുടങ്ങി. നിങ്ങൾ ഏതോ കാലത്ത് കപ്പടിച്ച, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കപ്പടിച്ചതാണ്, അങ്ങനെ വരും. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കപ്പെടുത്തതാണ്, കൈകൊണ്ട് അടിച്ചിട്ട് കപ്പെടുത്തതാണ്, കളിച്ച് നേടിയിട്ടില്ല. 86 കപ്പുണ്ടായതാണ്. നിങ്ങൾ ഇപ്പൊന്നും കപ്പില്ലേ. മെസ്സിയൊക്കെ ഇതില് മാത്രമേ ക്ലബിൽ മാത്രമേ കളിക്കുള്ളൂ, രാജ്യത്തിന് വേണ്ടി കളിക്കലില്ല, അങ്ങനെയൊക്കെ പറയും. അതിനൊരു മറുപടിയാണ് വന്നത് 22-ല് ഖത്തർ. അതോട് കൂടിയിട്ട് നമ്മളെ അവിടുന്ന് ഒരു ചിരി തുടങ്ങി. പിന്നെ അവിടുന്ന് കിട്ടാൻ നമുക്ക് രക്ഷ തുടങ്ങിയത്. അത് വിടാതെ അതിന്റെ പിന്നിൽ തന്നെ ആയിരുന്നു. അർജന്റീന മാറിയിട്ടില്ല. ഈ ഫ്ലക്സ് അടിക്കാനൊക്കെ കൂടിയിട്ടുണ്ടോ കൂട്ടുകാരുടെ കൂടെ? ഫ്ലക്സ് അടിക്കാൻ കൂടിയിട്ടുണ്ടോ? ഫ്ലക്സ് അടിച്ച് കിട്ടണ വരെ അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഈ മത്സരിക്കാം 2ാം സ്ഥാനത്തിന് വേണ്ടി അങ്ങനത്തെ മാസ് ഡയലോഗൊക്കെ ഫ്ലക്സ് അതന്നെയാണോ? അതെ അതെ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഉണ്ടാക്കുക, അതിനുള്ള ഡയലോഗ് കണ്ടെത്തുക, അതിലുള്ള എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പൊക്കലായിരുന്നു മറ്റൊരു പണി. അങ്ങനെയായിരുന്നു ഓരോ ടീമും അങ്ങനെ തന്നെ, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്തെ ഇപ്പൊ നിങ്ങൾ ഈ അസോസിയേറ്റ് ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ വലിയ സിനിമയായിരിക്കും. ഇപ്പൊ ബോളാക്കോളം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വാഴ പോലെ അത്രയും വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന സിനിമയല്ല. കമ്പാരിറ്റീവ്ലി അതിന്റെ ബഡ്ജറ്റ് ചെറുതാണ്. ചിലപ്പോ സിനിമയുടെ കണ്ടന്റ് ആണ് സംസാരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീച്ച് എന്തിട്ടാലും മില്ലണാവുന്ന അവസ്ഥ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചേരേണ്ടത് കുറച്ചുകൂടി വലിയ ആളുകളുടെ ഒപ്പം അല്ലേ? അങ്ങനെ ഉപദേശിച്ചവരുണ്ടോ? ഉപദേശങ്ങൾ പലതും ആവാം. ആൾക്കാർക്ക് ചെറുത് കിട്ടിയാലും ഉള്ളത് വെച്ച് ഓണം പോലെ തൃപ്തിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതിലൂടെയാണ് ഏതൊരു കലാകാരനും ഒരു ഉയരത്തിക്ക് എത്തുള്ളൂ. ഞാനിപ്പോ പണ്ടൊരു പെയിന്റിങ് പണിക്കാരനായിരുന്നു. മൂപ്പര് സെന്ററിങ് ആയിരുന്നു. അപ്പോ മൂപ്പര് ഈ യൂട്യൂബിലെത്തിയ ശേഷമാണ് ഇന്നെ വിളിച്ച്. അപ്പൊ മെല്ലെ മെല്ലെ എന്തായി, ജോലി ഒന്ന് ഇങ്ങനെ മാറ്റി പിടിക്കാൻ തുടങ്ങിയല്ലോ. അതേപോലെ തന്നെയാണ് സിനിമയിലെ അവസ്ഥകൾ. ഒറ്റയടിക്ക് നമുക്ക് വാശി പിടിച്ചിട്ട് മമ്മൂക്കാന്റെ ഒപ്പം തന്നെ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ. അവിടെ ഇരിക്കും ആള്, അവിടെ ഇരിക്കും. പിന്നെ ഈ ബോളാഗോളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വന്നത്. അത് നമ്മളെ നാട്, നമ്മളെ ഭാഷ, നമ്മളെ സ്ലാങ്, അതൊക്കെ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവനോട് ഫസ്റ്റ് പറഞ്ഞതാണ്, ഇത് നമുക്ക് കളിക്കാൻ പറ്റും. കാരണം നമ്മളെ നാട്ടിലുള്ള സംഭവങ്ങളാണ്, നമുക്ക് പറ്റിയ കഥാപാത്രമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞങ്ങൾ ബോളാഗോളം ഓക്കെ എന്ന് പറഞ്ഞത്. അത് അതിന്റെ ഡബിൾ മടങ്ങായിട്ട് ജൂനിയേഴ്സ് കപ്പ് നമുക്ക് തന്നും ചെയ്തു. അല്ല, ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് സന്തോഷിക്കാറുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണയിലത്തെ ഒരു 1 ലക്ഷം ആൾക്കാരെങ്കിലും ടിക്കറ്റ് എടുത്ത് പടം കാണാൻ വരും. അങ്ങനെ പടം വിജയം അങ്ങനെ ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ആവാം. നമ്മളെ ടിക്കറ്റ് എടുത്താൽ അതെ, ഞങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും കൂടെ പടം കാണാൻ. അല്ല, ഞങ്ങളുടെ ആവശ്യം അതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിൽ ഒതുങ്ങാതെ മലയാളികൾ എവിടെയൊക്കെ മലയാളികൾ ഉണ്ടോ അവിടൊക്കെ ഞങ്ങളെ വീഡിയോ എത്തിപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരും ഈ പടം കാണണം. ഞങ്ങള് രണ്ടാൾ എന്താന്നുള്ളത് ആ പടത്തിൽ ഇവർക്കും കൂടി കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അത് നിങ്ങളെല്ലാരും കാണണം എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം.